മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഏതായാലും കറുത്ത കോട്ടെടുത്തിട്ടല്ലോ, ഇനിയും അതിനുള്ള അവസരം ഉണ്ടാവും. ഇല്ലെങ്കിലേ ഉണ്ടാക്കും ഇവര്. എനിക്കും എന്റെ ഭാര്യയ്ക്കും മനസമാധാനം കിട്ടണം. ഞങ്ങളുടെ സമാധാനം തല്ലി തകർക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടായാലും ശരി, അതെല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോ. ഇനിയിപ്പോ കണ്ണൻ നിങ്ങളെ ഒന്നും കൈയയച്ച് സഹായിക്കാൻ അവള് സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തന്നെ മേഘേട്ടനെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയല്ലോ. മേഘേട്ടൻ അവളുടെ പിന്നാലെ നടന്നതാണ് പോലും. അവളായിരിക്കും കണ്ണി കണ്ട ആണുങ്ങളുടെ പിന്നാലെയൊക്കെ നടന്നത്. എന്റെ ദേവി, അവളിതെങ്ങനെയെങ്കിലും പേരുദോഷം കേൾപ്പിച്ചെന്നാ മതിയായിരുന്നു. കണ്ണന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ട് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ അതോടെ ആ ബന്ധം തകരും. അതിനായിട്ടുള്ളൊരവസരം ദൈവമായിട്ട് ഉണ്ടാക്കി തന്നാ മതിയായിരുന്നു. എന്താ മോളെ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇപ്പൊ വന്ന മെസ്സേജ് കണ്ടിട്ടാ കുഴപ്പമായത്. ആരെ കാണിക്കാൻ ഒരുങ്ങുന്നേ? എങ്ങോട്ട് പോവാനാ? വന്നോ? എന്റെ മോള് വീട്ടിൽ പോയിട്ട് ഉറഞ്ഞു തുള്ളിയാണല്ലോ വന്നിരിക്കുന്നത്. എന്തുപറ്റി? എന്താ ഇത്? ആരാ ഇത്? എനിക്കറിയത്തില്ല. അയ്യേ, ഇത് എന്തൊക്കെയാ അയച്ചു തന്നിരിക്കുന്നത്? ആരുടെ പണിയാ ഇത്? നോക്കട്ടെ. ഏത് നമ്പറിന്നാ ഇത് അയച്ചിരിക്കുന്നത്? നമ്പർ മാത്രമേ ഉള്ളൂ, പേരൊന്നുമില്ല. മോളെ, ഇതാരും എന്നെ ചതിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്ത പണിയാ. ഒരിക്കലും അല്ല. പെൺവിഷയത്തില് നിങ്ങൾ കുറച്ച് കുഴപ്പക്കാരനാണെന്ന് എനിക്ക് പഠിക്കുന്ന കാലം മുതലേ അറിയായിരുന്നു. എങ്കിലും അതൊക്കെ ചെറുപ്രായത്തിലല്ലേ എന്ന് കരുതിയാ ഞാൻ തള്ളിക്കളഞ്ഞത്. പക്ഷേ ഇത് ഒരുപാട് കാലം മുമ്പേ ഉള്ള ബന്ധമൊന്നും അല്ല. എനിക്കിപ്പോ അറിയണം ഇവൾ ആരാണെന്ന്. എന്റെ മഞ്ജു, നമ്മുടെ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ആരൊക്കെ ചെയ്ത പണിയാ ഇത്? ഒന്നും പറയണ്ട. മഹാലക്ഷ്മി എന്ന എന്റെ ഏടത്തി നിങ്ങളുടെ സ്വഭാവത്തെ പറ്റി ഒരുപാട് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. എന്റെ മോളെ ഇതും വിശ്വസിക്കരുത്. ഇനി എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നേ? പലതും ചേർത്ത് വായിക്കുമ്പോ ഇതാരും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ അല്ലെന്ന് ചിന്തിക്കാനുള്ള തലച്ചോറ് എനിക്കുണ്ട്. അല്ലെങ്കിൽ കണ്ണിട്ടും കല്യാണം കഴിച്ചതിന് ശേഷം മേഘേട്ടൻ എന്തിനാ മുങ്ങി നടന്നേ? മഹാലക്ഷ്മിയുടെ മുമ്പിലേക്ക് വരാതിരുന്ന എന്തിനാ? എന്റെ മോളെ, അതിന്റെ കാരണം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? അന്ന് മേഘേട്ടൻ പറഞ്ഞതൊക്കെ കണ്ണു അടച്ച് ഞാൻ വിശ്വസിച്ചതാ. എന്നാൽ ഇപ്പോ അവര് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഉറപ്പിക്കേണ്ട അവസ്ഥയാ. എന്താ? എന്തു പറ്റി? മോളെ
ഇതിനെ ആരെയും കാണിക്കരുത്. അതും എന്താ കാണിച്ചാല് കാണട്ടെ, സ്വന്തം അമ്മയല്ലേ. അങ്ങോട്ട് മോളെ ഒന്ന് ദാ നോക്ക് മോന്റെ ലീലാവിലാസങ്ങള്. നോക്കട്ടെ മേ. വേണ്ട, നീ കണ്ട. ഇവള് എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടിയൊന്നും അല്ലല്ലോ. ഇവളും കാണട്ടെ, അതുകൊണ്ട് എന്താ കുഴപ്പം? അമ്മ, ആരോ മനഃപൂർവ്വം ഞാൻ ഇവളും തമ്മിലുള്ള ബന്ധം തകരാൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഉണ്ടാക്കി അയച്ചു കൊടുത്തതാ. അല്ലെങ്കിൽ തന്നെ ഇവളുടെ മൊബൈലിൽ ഇത് അയച്ചു കൊടുക്കോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് ഇവൾ ഇപ്പോഴായിരിക്കും അറിഞ്ഞത്. ആ നേരത്തെ ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചു തന്നതാ. ആരാടാ പെൺകൊച്ചെ? എനിക്ക് അറിയില്ലമ്മേ, ഞാനിപ്പോ ആദ്യമായിട്ട് കാണുക ഇവളെ. ഇന്നത്തെ കാലത്ത് ആരുടെയും തല വെട്ടി മാറ്റിയിട്ട് നമ്മുടെ തല ഇവിടെ പ്രതിഷ്ഠിക്കാം. അമ്മ എത്ര വീഡിയോകളാ ഇതിനെ പ്രതി പടച്ചുണ്ടാക്കുന്നേ. കല്യാണം കഴിഞ്ഞ ശേഷം സ്വസ്ഥത കിട്ടിയിട്ടില്ല. സ്വന്തം കുടുംബം നന്നാക്കുന്നതിന് പകരം മേക്കേടിനിപ്പം മറ്റുള്ളവരുടെ കുടുംബം കോളം തൊടാനാണ് ശ്രമിക്കുന്നത്. എടി, ഞാനത് നിനക്കും കൂടി വേണ്ടിട്ടല്ലേ ചെയ്തേ. അത് ശരിയാണ്. ഇവൻ കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് കൂടി വേണ്ടിയാ. നീ അത് ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ ഓടി അങ്ങോട്ടേക്ക് പോയത്. എന്ന് കരുതി സ്വത്തും പണവും കിട്ടിയതിനു ശേഷം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടാലോ? അങ്ങനെ ഒരു ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഉള്ളത്? എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ കണ്ണനും മഹാലക്ഷ്മിയാണെന്നാ. നീ അവിടെ പോയി വഴക്കുണ്ടാക്കിയിട്ട് വന്നപ്പോ തന്നെ അല്ലേ നിന്റെ മൊബൈലിലേക്ക് ഈ ഫോട്ടോ വന്നത്. എടി, കണ്ണൻ സാധാരണ ഒരു ബിസിനസ്സുകാരനല്ല, അവനൊരു വക്കീല. അവന്റെ കൂടെ ആണെങ്കിൽ വേറൊരു വക്കീലും കൂടി ഉണ്ട്, ആനന്ദു. രണ്ട് വക്കീലന്മാരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതാ. ഞാൻ പെൺവിഷയത്തിൽ കുഴപ്പക്കാരനാണെന്ന് മഹാലക്ഷ്മി പറഞ്ഞു. എന്റെ പൊന്നു മഞ്ജു ഇനിയിപ്പോ അവളുടെ വാക്കുകൾ സത്യമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി അവന്മാര് രണ്ടുപേരും മനഃപൂർവ്വം എന്റെ മേലെ കരിവാരി തേക്കാൻ ശ്രമിക്കുക. തൽക്കാലം ഞാനിത് വിശ്വസിക്കാം. പക്ഷേ വ്യക്തമായ തെളിവോടെ പിടിക്കപ്പെട്ട പിന്നെ മേഘേട്ടന്റെ സംസാരത്തിന് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണിനും അവളുടെ ഭർത്താവ് അവളുടെ ഇത് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ അവളുടെ സമനില തെറ്റും. മേഘേട്ടാ, ഇനി ഈ പറയുന്ന പെണ്ണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് പോടി പറഞ്ഞു. അവള് ചോദ്യമായിട്ട് വരുവാ. അവള് ചോദിച്ച അതേ ചോദ്യം തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോടാ? ഒരു സത്യമില്ലമ്മേ. എന്റെ മനസമാധാനം കളയാൻ വേണ്ടി ആ കണ്ണൻ ചെയ്ത ചതിയത്. എന്നാ അവനെ വിളിച്ച് ചോദിക്കട്ടെ. അതാണ് അവനെ ഞാൻ നേരിട്ട് കണ്ടോളാം. എന്നിട്ട് പറയാനുള്ള ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞോളാം. അവനെ ഒരു ജീവിതം ഇല്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം കൂടി തകർക്കാൻ നോക്കുക അവൻ. എടീ, മനസാക്ഷിയില്ലാത്ത മാനസേ, നീയാണോ ഇത് ചെയ്തത്? അതോ എല്ലാം അറിയാവുന്ന ആ സാഗറായിരിക്കോ? അതോ ഇനി ഞാൻ സംശയിക്കുന്ന പോലെ കണ്ണൻ തന്നെ ആയിരിക്കോ? ആ വൃത്തികെട്ടവനാണല്ലോ. എന്തിനാണോ എന്തോ വിളിക്കുന്നത്? സാറേ, നീ ഇപ്പൊ എവിടെ ഉണ്ടാ? അത് പിന്നെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് സാറേ. എടാ, നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലല്ലേ? അതുകൊണ്ടാണോടാ എന്റെ ജീവിതം കൂടി തകർക്കാൻ നോക്കുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ സാറ് പറയുന്നത്? എടാ, എന്റെ ചില ബന്ധങ്ങളെ കുറിച്ച് നിനക്കറിയാം. അതൊക്കെ നീ കുത്തിപ്പൊക്കിയിട്ട് എന്റെ കുടുംബം കുളം തോണ്ടാനാണോ നോക്കുന്നത്? അയ്യോ,
സാറിത് എന്തിനെ പറ്റിയാ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. പക്ഷെ എനിക്കറിയടാ കാര്യങ്ങളൊക്കെ. എനിക്ക് എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ട്. സാറേ, എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ഒന്ന് തെളിച്ചു പറ. നീ എന്തിനടാ മഞ്ജുന്റെ ഫോണിലോട്ട് ഞാനും മാനസും തമ്മിലുള്ള ഫോട്ടോ അയച്ചു കൊടുത്ത? അയ്യോ, ദൈവത്തിനാണ് എനിക്ക് അറിയില്ല സാറേ. സാറേ, നീ എന്നെ മണ്ടനാക്കരുത് കേട്ടോ. സാറേ, സാറ് വേണമെങ്കിൽ എന്നെ വന്ന് തല്ലിക്കോ. എന്നാലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ എനിക്ക് പറ്റില്ല സാറേ. ഹലോ ഹലോ, അവനല്ല ചെയ്തെങ്കിൽ പിന്നെ ഇതിന്റെ പിന്നിൽ ആരായിരിക്കാം? ഇനിയും എന്റെ മുറച്ചെറുക്കന് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. കണ്ണേട്ടൻ പറഞ്ഞതൊക്കെ ഏതാണ്ട് ശരിയായി വരുവാ. നീയായിരുന്നോ? എന്താടാ? അപ്പച്ചി, ഇവിടെ ചിലർക്ക് ഞാൻ മഞ്ജുവിനെ കല്യാണം കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അവസാനം വരെ ആ കല്യാണം മുടക്കാൻ അവളുടെ ആങ്ങളെയും അവന്റെ ഭാര്യയും കൂടി മാക്സിമം ശ്രമിച്ച, എന്നിട്ട് ഞങ്ങളുടെ കല്യാണം മുടങ്ങിയിട്ടില്ല. അതിന്റെ ദേഷ്യം ഇപ്പോ കമലേശ്വരത്തെ വല്യേട്ടനും അവന്റെ ഭാര്യയും കൂടി തീർത്തോണ്ടിരിക്കുക. എടാ, എന്താ സംഭവിച്ചെന്നൊന്നും പറയടാ മേഘ. പറയാം, പക്ഷേ എല്ലാം കേട്ട ശേഷം അപ്പച്ചി ഒരു കാര്യം ചെയ്യണം. ഇതുപോലുള്ള സംഭവങ്ങൾ ഊതിപ്പെരുപ്പിച്ച് കുടുംബത്തിനകത്ത് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണം. ഇവിടെ ഉള്ളവരുടെ സ്വഭാവം മഞ്ജുന് അറിയാലോ. പിന്നെ മേഘേട്ടൻ എന്തിനാ ടെൻഷൻ ആവുന്നത്? എന്താ നടന്നെന്ന് വെച്ചാ പറ. മോളെ, ആ എത്തിയല്ലോ. മഞ്ജു എന്റെ മുറപ്പെണ്ണ. കുഞ്ഞുനാള് മുതലേ ഞങ്ങളുടെ ബന്ധം പറഞ്ഞു വെച്ചതാ. അതുകൊണ്ടാ കല്യാണം കഴിച്ച് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോയത്. ആ ബന്ധം ഇനി നീയായിട്ട് തകർക്കാൻ നോക്കണ്ട. ഞാൻ എന്തിനാണ് തകർക്കുന്നത്? നീ അവളെ കെട്ടിക്കൊണ്ട് പോയെങ്കില് ഇനി അവളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാ. അതെ, അത് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, നിന്റെ സഹായം ഇല്ലാതെ തന്നെ. പക്ഷേ ഒരുമാതിരി വൃത്തിയായിട്ട കളി നീ കളിക്കരുത്. ഞാനങ്ങനെ വൃത്തികെട്ട കളി കളിക്കാറില്ല മേഘ. നിനക്കെന്നെ ചെറുപ്രായം മുതലേ അറിയാവുന്നതല്ലേ. അന്നത്തെ കണ്ണനല്ല ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇവളെ കെട്ടിയതിന് ശേഷം അടി മുടി നീ മാറി. നമ്മൾ തമ്മിലുള്ള സംസാരത്തിനിടയ്ക്ക് എന്റെ ഭാര്യയെ വെറുതെ വലിച്ചെടുക്കണ്ട. മേഘം പറഞ്ഞതിലും കാര്യമുണ്ട് കണ്ണ. നീ ഇവളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതിന് ശേഷമേ സ്വന്തം പെങ്ങളെ പോലും നീ മറന്നില്ലേ? ഞാൻ മറന്നിട്ടില്ല. ഇവനെ കല്യാണം കഴിക്കരുതെന്ന് മാത്രമേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ. അതെടാ, നീ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവളത് കേട്ടില്ല. അവക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് എന്റെ താലി തന്നെ മതിയെന്ന് അവള് വാശി പിടിച്ചു.
എന്നാ അതൊരു വാശിയായിട്ട് ഉള്ളിക്കൊണ്ട് നടക്കുന്ന നീയുണ്ടല്ലോ, ഞങ്ങളുടെ ബന്ധം പൊട്ടിച്ചെറിയാനാ നോക്കുന്നത്. അങ്ങനെയുള്ള നാണം കെട്ട കളിയൊക്കെ കളിക്കാൻ താനല്ല കണ്ണേട്ടൻ. നിർത്തടി. ഇവനെ ഏറ്റവും മാന്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇവനെ നീ ഇല്ലാതാക്കി കളഞ്ഞു. ഞങ്ങളുടെ പഴയ കണ്ണനല്ല ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ ഈ ഇരിക്കുന്നത്. നിർത്ത്. നീ ചാടിത്തുള്ളി കുടുംബത്തിനകത്ത് കയറി ഞങ്ങളെയൊക്കെ കുറ്റപ്പെടുത്താതെ എന്താ സംഭവിച്ചെന്ന് പറയടാ. ഏത് രീതിയിലാ നിന്നെ മഞ്ജുവിനെ അകറ്റാൻ ഞാൻ ശ്രമിച്ചത്? അതൊന്നും ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ കണ്ണ. എടാ, നിനക്കെല്ലാം അറിയാലോ. ഒന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ ചോദിച്ചേ. ഇനിയിപ്പൊ നടന്ന എന്താണെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തവ സമ്മതിച്ചു തരാൻ പോകുന്നില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്യാറില്ല. ഓ, അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ നാവിൽ നിന്ന് അതറിയാനുള്ള താല്പര്യം എനിക്കുമില്ല. അതെനിക്ക് കേൾക്കേണ്ട കാര്യവുമില്ല. പിന്നെ നിന്റെ കുടുംബത്തിലും ഈ കുടുംബത്തിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അതിന്റെ പഴി എന്റെ മഹിയുടെ തലയിൽ കൊണ്ടുവെക്കരുത്. നീ ഇത് കണ്ടോ? ഈ വിരലുകൾ ചലിച്ചു തുടങ്ങിയത് ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം. അതിനുമുമ്പ് ചലിച്ചേനെ, പക്ഷേ അതിനുള്ള അവസരം തന്നില്ല ഇവിടെ ചിലര്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ നാട്ടി അറിയാവുന്നവരോട് കൂടുതൽ നാവിട്ടലച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ ഈ കാൽവിരലുകൾ മാത്രമല്ല, എന്റെ മനസ്സും ഹൃദയവും എല്ലാം ചലിച്ചത് ഇയാൾ വന്നതിന് ശേഷം. അതിനുമുമ്പ് നാളെ എന്തെന്നറിയാതെ, ഭാവി എന്തെന്നറിയാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോഴാ എന്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടായത്. അതിനൊക്കെ കാരണക്കാരി എന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ മഹിയെ താറടിക്കാൻ ആരും ശ്രമിക്കരുത്. എനിക്കൊപ്പം തന്നെ ഈ വീട്ടിലും എന്റെ കമ്പനിയിലും ഇയാൾക്കിപ്പോ അധികാരമുണ്ട്. അധികാര കൈമാറ്റം സാവകാശം നടത്തി വരികയാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ജീവിക്കുന്നവരും ഇവിടെ കയറി വരുന്നവരും എന്നെ കാണുന്നത് പോലെ തന്നെ ഇയാളെയും കാണണം. പിന്നെ നീ നിന്റെ ഇഷ്ടപ്രകാരം എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. അവൾ അവളുടെ താല്പര്യപ്രകാരം നിനക്കൊപ്പം വരികയും ചെയ്തു. അതിന് അവളുടെ അമ്മയും ഇളയ ആങ്ങളെയും എല്ലാരും കൂട്ടിനുണ്ടായിരുന്നു. ഇനി ആ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകേണ്ടതും നല്ല നിലയിൽ മഞ്ജുവിനെ നോക്കേണ്ടതും നിന്റെ കടമയാ. അവിടെ എന്തെങ്കിലും അലോസരം ഉണ്ടാകുമ്പോ ഇങ്ങോട്ട് ഓടി വന്ന് ഇവിടെ ഉള്ളവരെ കുറ്റപ്പെടുത്തിയ അത് കൈയും കെട്ടി ആരും കേട്ടു നിൽക്കുമെന്ന് നീ കരുതണ്ട. നിന്റെ കുടുംബജീവിതത്തില് ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ തന്നെയായിരിക്കും. അത് നീ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും ശ്രമിക്കണ്ട. എന്താ മേഘട്ട സംഭവിച്ചത്? മഞ്ജുവിന്റെ മൊബൈലിലേക്ക് ഏതൊരു പെണ്ണിന്റെ പടം അയച്ചു കൊടുത്തിരിക്കുന്നു, ഞാനായിട്ടുള്ള പടം. അത് കണ്ടു കഴിഞ്ഞാ ഏതൊരു ഭാര്യ വീടിനകത്ത് കലാപം ഉണ്ടാക്കില്ലേ? ഏത് പെണ്ണിന്റെ പടം അയച്ചു കൊടുത്തത്? എനിക്കറിയില്ല അപ്പച്ചി.
ഇന്നത്തെ കാലത്ത് അതുപോലുള്ള പടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണോ പാട്? എന്റെ തല വെട്ടി മാറ്റിട്ട് വേറൊരാളെ വെക്കാം. അങ്ങനെയാ ചെയ്തിരിക്കുന്നത്. മഞ്ജു ആണെങ്കിൽ അത് കണ്ട ശേഷം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എടാ, ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാം മേഘ. മേഘേട്ടൻ പറഞ്ഞതുപോലെ ആ പോയ അവളും അയാളും കൂടി പ്രതികാരം ചെയ്യാം. രണ്ടിനും ഇഷ്ടമല്ലായിരുന്നു മേഘേട്ടൻ മഞ്ജുവിനെ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വേർപിരിക്കാനാ രണ്ടും കൂടി നോക്കുന്നത്. അതിന് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. സമ്മതിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞാ അവളും കൂടി അത് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടല്ലേ ഞാൻ അവളെ വിളിക്കാമെന്ന് പറഞ്ഞത്. നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ ജീവനോടെ ഉള്ളപ്പോ നിങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവില്ല. രണ്ടു വഴിക്ക് പോവേണ്ടത് ആ പോയവരാ. അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്റെ അച്ഛനെയും കർണയുടെ അച്ഛനെയും തല്ലാൻ വരെ അവരാളെ വെച്ചു. അവന്റെ കൊട്ടേഷൻ അവൻ വഴി മാറ്റി. അതിനുള്ള ശിക്ഷ രണ്ടിനും ഞാൻ കൊടുത്തിരിക്കും. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.